13ാമത്തെ ആന കാണാൻ നല്ല രസമുണ്ട്. ഇത്തിരി പ്രായമായി എന്നൊരു ഡൗട്ട്. നല്ല രസമുണ്ട് കാണാൻ. അതെ, തക്കുട് പോവാ. ചെറിയ കുട്ടിയാണോ അതിന് പ്രായമായതാണോ ഒന്നും അറിയില്ല. നല്ല രസമുണ്ടല്ലോ, ആടി കളിക്കുന്നുമുണ്ട്. നോക്കാം കുറച്ച് നേരം അവനെ. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നതിന് 25 രൂപ. ഇതാണ് നമ്മൾ മുതലാക്കിയത്. ക്യാമറയ്ക്ക് ആനയില്ലല്ലേ, എല്ലാം വേലയ്ക്ക് പോയിട്ടുണ്ടാവും. ഉണ്ടോ? ആനക്കോട്ടയിലെ ആനകൾ. ആന നമ്പർ 1, ആന നമ്പർ 2, നമ്പർ 2, നമ്പർ 3 ആണ്. ആനയെ കുളിപ്പിക്കാനുള്ള സ്ഥലമാണ്. ആന നമ്പർ 4, ഇവനാണ് 4, ഇവനാണ് 4, 4ാമത്തെ. അത് 5ാമത്തെ ആള് എത്താറായി. നമുക്ക് എണ്ണാമെന്ന് ആനകളുടെ എണ്ണം, ആനക്കൊട്ടിയിലെ ആനകളുടെ എണ്ണം. നമ്പർ 5 പെണ്ണാണ്, പെണ്ണ്. കണ്ടിട്ട് നേരെ ഇങ്ങനെ വരുന്നു. നമ്മൾ നേരെ ഇങ്ങനെ പോണു. ആനക്കോട്ട ചുറ്റി ചുറ്റി കാണാൻ പോവാണ്. ആനകളുടെ ബഹളമാണ്. 6, 7 സൂം ചെയ്യാം നമുക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇവിടെ നോ എൻട്രി ആയതുകൊണ്ട് നമുക്ക് അടുത്ത് പോകാൻ പറ്റില്ല. ആവശ്യം അങ്ങനെ ടേൺ ചെയ്ത് വേറൊരു പെടിയാണി കാണാൻ പോകുന്നു. ഡൽ ക്യാമറ ഇട്ടിട്ട് പോകാം. നമ്മുടെ 6ാമത്തെയും കഴിഞ്ഞു, 7ാമത്തെയും കഴിഞ്ഞു. ഇത് 8ാമത്തെ ആനയാണ്. ഒരു പെടയാനയാണ്. ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പേരൊന്നുമില്ല. കൊച്ചി കിടന്ന് ആനക്കോട്ടയിലെ കൊച്ചി. ഹലോ ഉണ്ണേ, അല്ല ഉണ്ട് അവിടെ വല്ലോ ഉണ്ടല്ലേ. കുളിപ്പിക്കുന്നേ, ആന കുളിക്കുന്നു. എന്താ കുളി, എന്താ വെള്ളാനെ കിടക്ക. ഇത് എത്ര? 8, 9. 8 എന്നാൽ 9, 10. 9, 10. ഇതാ അവിടെ ഒരു വെള്ളാനുണ്ട്. 11. അതിൽ കുറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എവിടേക്കോ പോകാനുള്ള പരിപാടിയാണ് തോന്നട്ടോ സംഭവം. കൊള്ളാലേ, ഉപ്പറ. എന്താ കുളി. ഒഴുകി ചൂടത്ത് വെള്ളം ഒഴിക്കുന്ന ആന. വെള്ളം അതാ എടുത്തു. എന്താ കുളി, അലക്കി. അങ്ങനെ തന്നെ കുളിക്കുന്നവർ. അടിപൊളി കുളി, ആനക്കുളി. നമുക്കിത് റീലെടുക്കാം. 9, 10, 11 കഴിഞ്ഞു. 12ാമത്തെ ആനയുമായി നമ്മൾ എത്തുന്നു. ആനക്കോട്ടയിലെ 12ാമത്തെ രാജാവ്. എന്തോ തുമ്പിക്കൈയൊക്കെ നീട്ടി സെറ്റപ്പായ ആനകൾ. ആനയോടാന. 13ാമത്തെ ആന കാണാൻ നല്ല രസമുണ്ട്. ഇത്തിരി പ്രായമായി എന്നൊരു ഡൗട്ട്. നല്ല രസമുണ്ട് കാണാൻ. അതെ, തക്കുട് പോവാ. ചെറിയ കുട്ടിയാണോ അതിന് പ്രായമായതാണോ ഒന്നും അറിയില്ല. നല്ല രസമുണ്ടല്ലോ, ആടി കളിക്കുന്നുമുണ്ട്. നോക്കാം കുറച്ച് നേരം അവനെ.
ആരെങ്കിലും എന്തേ പറയണ്ട, ഇങ്ങോട്ടാട് അങ്ങോട്ടാടെന്ന് പറയണ്ടിട്ടതിന് ആരും എന്താ പറയണ്ട. അതാ സൗണ്ട് ഇവിടെ മ്യൂസിക് വെച്ചിരിക്കുകയാണ്. 14-ാമത്തെ അല്ലേ? അതെ, 14-ാമത്തെ ഗജഗംഭീരൻ. അയ്യോ, ചെവിയൊക്കെ മുറിഞ്ഞിരിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല, കാര്യം ഒക്കെ ഭംഗിയായി കണ്ടല്ലോ. ബൈ. അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ ഈ റോഡിൽ കൂടെ പോകുന്നു. അടുത്ത ആനയെ കാണാൻ പോകുന്നു. വെള്ളാനയെ കാണാം. സച്ചുവിൻ്റെ ആഗ്രഹപ്രകാരം ഒരു ആനയെ മിസ് ചെയ്ത ആനയെ, ഇതാ 15-ാമത്തെ ആനയെ നമ്മൾ പുറകുനിന്ന് കാണുന്നു. ഇവിടെ ആനകളുടെ എണ്ണം എടുക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ, അത്രയും ആനകളാണ്, ഇഷ്ടം പോലെ ആനകളുടെ. ഗുരുവായൂരിൻ്റെ കൊമ്പന്മാർ. അടുത്ത ആന ഇത് 16. ഇതല്ലേ ഇപ്പം നേരത്തെ എടുത്ത്. ഒരു മിനിറ്റ്. ആ, ഓക്കെ. ആനക്കോട്ട വെറുതെ കിടക്കുന്നു. 17 ആ, എന്താ ഡാൻസ്, ആ ഡാൻസ്. നല്ല ഡാൻസാണല്ലോ. നമുക്ക് അടുത്ത് പോയി നോക്കിയാലേ. നിൽക്കട, ആന പുറകിലുണ്ട്. 18 19-ാമത്തെ ആന. ആ, ചെറുതാണെന്ന് വിചാരിക്കുന്നു, പക്ഷെ കാണുമ്പോൾ ചെറുതാണെങ്കിലും ആള് ജഗജില്ലാണ്. നല്ല ഡാൻസൊക്കെയാണ് കളിക്കുന്നത്. അമ്മ എവിടെ പോയി? അമ്മ മുന്നിൽ പോയി. വയസ്സായ ഇതാണോ സുരേഷ് ഗോപി നട വെച്ചത്? ലക്ഷ്മി നാരായണ. ആ, ഓക്കെ. എന്നാൽ പിന്നെ അതിനെ 26 കൊല്ലം മുമ്പ്. ആ, സുരേഷ് ഗോപി നടയിരുത്തിയത് 26 കൊല്ലം മുമ്പ്. വയസ്സല്ലേ. ഇത് ആനയെ കെട്ടിടുന്ന കൂട്, മുരുക്കുന്ന കൂട്. ആ, ഗണേശൻ. അങ്ങനെ ആനക്കോട്ടയിലെ മരങ്ങളുടെ ഇടയിലും പക്ഷികളുടെ ഇടയിലും ഒക്കെ കൂടെ കാക്കകളുടെ നിലവിളിയും എല്ലാം കൂടെ ആയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനക്കൂട്ടം S21 F2 ചൊറിയണം ആന. എത്തില്ല. ആ വീട് ഷൂട്ടിങ്ങിന് എടുക്കുന്ന വീടായിരുന്നു. ആ വീടായിരുന്നു ഇവിടുത്തെ ഒരു കൂടുതലുള്ളായിരുന്നു, പഴയ വീട്. അങ്ങനെ അപ്പോൾ അവരിവിടെ കുറേ ആനയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഇല്ലൊക്കെ മാറി, രാജഭരണമൊക്കെ മാറി, ഇവർ സ്ഥാനക്കയറ്റമൊക്കെ നടത്തി. അങ്ങനെ പിന്നെ ഗുരുവായൂർ ദേവസ്വത്തിന് ഇവിടെ കൊടുത്തതാണ്. പിന്നെ ആനയെ വളർത്താനും പിന്നെ ഈ വീട് വാടകയല്ല, ഈ വീടിപ്പം ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. മറ്റേ ഷൂട്ടിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പെർമിഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ദേവാസുരം, 6-ാം തമ്പുരാനിലെ കുറച്ച് സീനും ദേവാസുരം ഒക്കെ ഉള്ള നല്ല അടിപൊളി ഷൂട്ടിംഗ് ഏരിയ ആയ. അടിപൊളി സൂപ്പറില്ല. അയ്യോ, ഇപ്പോൾ കടത്തി വിടണില്ല, പണിയായല്ലോ. എന്നാൽ പിന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കാണാം. ഇതൊക്കെയായിരുന്നു 6-ാം തമ്പുരാനിലെ ആനക്കോട്ടയിലെ രാജാവ്. ഒരാൾ ഉറങ്ങുന്നുണ്ട് കേട്ടോ, സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ദേവാസുരത്തിലെ രേവതി നൃത്തമാടിയ സ്ഥലം എന്ന് വേണേൽ പറയാം. ദേവദാസിൻ്റെ കുളി ഇപ്പോൾ നന്നായിട്ട് കണ്ടതല്ലേ ആ സൈഡിൽ നിന്ന്. ഇതിപ്പോൾ ഈ സൈഡിൽ നിന്നും കൂടെ ഒന്ന്.
ഇറങ്ങാൻ വഴിയില്ല. സ്റ്റെപ്പ് ഉണ്ടോ അങ്ങോട്ട്? അമ്മ കുളത്തിനെയും ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്താണ് ആവോ ലക്ഷ്യം? ഇറങ്ങാനൊന്നും വഴിയില്ല. ആനയെ കുളിപ്പിക്കാനുള്ള കുളമായിരിക്കും, അല്ലെങ്കിൽ ആനയ്ക്ക് കഴുകാനുള്ള വെള്ളം. പണ്ടത്തെ ഇല്ലത്തിലെ തറവാട്ട് കുളം വിശാലമായി കാണുകയാണെങ്കിൽ ഇങ്ങനെ കാണാം. ഈ കെട്ടിയിടുന്ന ചങ്ങലയാണ് ഉറക്കം വരാൻ തുടങ്ങി. ആന പണ്ടത്തെ കുളമാടാ. പുറത്തിറങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റോഡ് പണി നടക്കുന്നുണ്ട്. പാർക്കിംഗ് ഏരിയ ആണ്, വിശാലമായ പാർക്കിംഗ് ഏരിയ.